ഇടതുകൈയിലെ ചൂണ്ടുവിരൽ മുറിവ് പറ്റിയ യുവതിക്ക് വോട്ട് നിഷേധിച്ചു. ആ കുട്ടി ഡോക്യുമെന്റ്സ് ഒക്കെ ഇട്ട് തിരിച്ചു വന്നിട്ടും വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. ഇപ്പൊ അതൊരു സംഘർഷാവസ്ഥയിലേക്ക് പോവുകയാണോ ലിഷോയ്? അവിടെ തീർച്ചയായും വലിയ സംഘർഷാവസ്ഥയിലേക്ക് പോവുകയാണ്. അതായത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടും പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് രേഖപ്പെടുത്താനായി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. തികച്ചും മനുഷ്യത്വരഹിതമായ ഒരു നിലപാടാണ് ഇവിടെ എടുക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത്. അതായത് LDF നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ ഈ കയ്യിൽ മുറിവ് പറ്റിയ സ്റ്റിച്ച് ഇട്ട ഭാഗം സുനിൽകുമാറിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സുനിൽകുമാർ അടക്കമുള്ള നേതാക്കളുണ്ടോ? ഐഡന്റിറ്റി ജെനുവിൻ ആണെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രൈമറി ഡ്യൂട്ടി വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പകരം വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കുകയാണ്. വരണാധികാരി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അവര് നേരിട്ട് റിട്ടേൺ കൊടുക്കാൻ പറയാണ്. ഞാൻ രത്തൻ യു കേൽക്കറെ നേരിട്ട് സംസാരിച്ചു. അതിനടിസ്ഥാനത്തിൽ കളക്ടറോട് ഉത്തരവിട്ടു. അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടും പ്രിസൈഡിംഗ് ഓഫീസർ പറയുന്നത് എന്റെ ഡിസ്ക്രിപ്ഷനാണ്, ഞാൻ എനിക്ക് ഇഷ്ടം പോലെ ചെയ്യുന്നതാണ്. മറ്റ് പ്രിസൈഡിംഗ് ഓഫീസർ വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവർ കുറച്ചേരം നിൽക്കട്ടെ എന്നാണ്. ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് ഒരു പ്രിസൈഡിംഗ് ഓഫീസർ അധികാരം? പ്രിസൈഡിംഗ് ഓഫീസറെ വോട്ട് അനുവദിച്ചാൽ മാത്രം പോരാ, ഇവരെ സസ്പെൻഡ് ചെയ്യണം. ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണം. 2.5 വയസ്സായ കുട്ടിയെ 1:30 മണി മുതൽ 5 മണി വരെ ഭക്ഷണം വെള്ളമില്ലാതെ ഇവിടെ ഇരുത്തിയതിന്റെ പേരിൽ അവർക്കെതിരായി മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണം. സുമതിയെ കേസെടുക്കണം. ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ എന്റെ ഡിസ്കഷൻ ആണെന്നാണ്, എന്റെ തീരുമാനമാണ്, എനിക്ക് ബോധ്യപ്പെടുന്നതാണ്. മെഡിക്കൽ രേഖകൾ കാണിച്ചു, എക്സ്റേ കാണിച്ചു. ഡോക്ടർമാരോട് വന്നിട്ട് അവർ സമ്മതിച്ചിട്ടില്ല. അവര് പറയുന്നത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് മൂടിക്കെട്ടിയിരിക്കുന്ന തുണി അഴിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത്. എക്സ്റേ പോരാന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്താലും പറ്റില്ല എന്ന് പറയാണ്. ഇതെന്താണ്? എന്താണ് ഡിസ്ക്രിപ്ഷൻ? എന്താണ്? ഒരു ഡിസ്ക്രിപ്ഷനും ഇല്ല. ഇവിടെ ഒരു മെഡിക്കൽ ബോർഡുണ്ട്. ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർമാർ വന്ന് പറഞ്ഞിട്ട് സംഭവിച്ചിട്ടില്ല. വലിയ വിവാദത്തിലേക്ക് അത് പോകും. VS സുനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ ഇടപെടുന്നു. പ്രിസൈഡിംഗ് ഓഫീസർ മനുഷ്യത്വരഹിതമായ പെരുമാറ്റം നടത്തി അവർക്ക് എതിരെ നടപടി വേണമെന്ന ആവശ്യം കൂടി ഉയരുകയാണ്. ആ വോട്ട് നിഷേധിക്കപ്പെട്ടത് വലിയ വിവാദമാവുകയും ചെയ്യും.